75ാമത്തെ പുഷ്പോത്സവമാണ് കണ്ണൂരിൽ നടക്കുന്നത്. ഓരോ വർഷവും കൂടുതൽ വർണ്ണാഭമായി, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ഈ ഒരു പുഷ്പോത്സവം നടത്താൻ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി പോകുന്ന വർഷങ്ങളിലും ഇതേപോലെയുള്ള പ്രവർത്തികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടികളടക്കം, വിദ്യാർത്ഥികളും മുതിർന്ന പൗരന്മാരും അടക്കമുള്ള എല്ലാവിധത്തിലുള്ള ജനങ്ങളെയും ഇവിടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ പുഷ്പോത്സവത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പൂക്കൾ മാത്രമല്ല, ചില ചെടികൾ തന്നെ അതിൻ്റെ ഇലകളുടെ നിറങ്ങൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി നിൽക്കുമ്പോൾ എത്ര ഒരു സന്തോഷകരമായ കാഴ്ചയാണതെന്ന് നോക്കുക. പല വർണ്ണത്തിലുള്ള ഇലകൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി തന്നെ നിൽക്കുന്ന ആ ചെടികൾ ഏതൊരാളിൻ്റെയും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ച ദേവതീർത്ത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ ഫോട്ടോ വായ കൊണ്ട് വരച്ചുകൊണ്ട് ആ ഫോട്ടോ ആണ് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ ഒരു ചരിത്ര നിമിഷത്തിന് കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ പുഷ്പോത്സവം 2025 വേദിയാവുകയാണ്. എല്ലാവരുടെയും നല്ല പ്രോത്സാഹനവും അനുഗ്രഹവും ഈ ബാല്യത്തിൽ ഉണ്ടാവണമെന്ന് പറയുകയാണ്. വളരെ ധന്യമായ ഒരു ചടങ്ങിനാണ് ഈ വേദി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതൊരു പക്ഷേ അപൂർവതയിൽ അപൂർവമായ ഒരു ഭാഗ്യമാകാം കണ്ണൂരിന്. സ്വാഗതം സ്വാഗതം മഞ്ചരാതിന്റെ മിഴികളിലോ